ഗതാഗത മന്ത്രി CP ജോൺ നടത്തിയ ഒരു പരാമർശം ഇപ്പോൾ വിവാദമായിരിക്കുന്നു. കാശു വേണ്ടാത്ത KSRTC ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ പരാമർശം. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളുകളിൽ ചേർക്കും. അതേസമയം അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രികളിൽ പോകാതെ സർക്കാർ ആശുപത്രി വരാന്തിയിൽ കിടക്കുമെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ജനതയുടെ പെരുമാറ്റം അതിശയിപ്പിക്കുന്നുവെന്നും മന്ത്രി. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറും. ഗവൺമെൻറ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു. എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ഇപ്പോൾ CPM നേതാവ് PK ശ്രീമതി നമ്മോടൊപ്പം ടെലിഫോണിൽ ചേരുന്നുണ്ട്. ഇപ്പോൾ ഈ CP ജോൺ നടത്തിയ പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് തോന്നുന്നത്? കേരളത്തിലെ ഗവൺമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ച അവരുടെ ഒരു വളരെ അത്ര പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് കേരളത്തിലെ സ്ത്രീകൾക്ക് യാത്രാ സൗജന്യം. അത് ഇപ്പോ ഈ രൂപത്തിലുള്ള ഒരു പരാമർശം വരുമ്പോ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഈ പദ്ധതി അവര് വേണ്ട എന്ന് വെക്കാൻ വേണ്ടി പോവുകയാണോ, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു അവഹേളനാപരമായ സ്ത്രീകളെ 2ഓ 3ഓ തട്ടിലാക്കി തിരിച്ച് ആരാണ് കയറുന്നത്, എങ്ങനെയാണ് കയറുന്നത് എന്ന് നോക്കേണ്ട ഒരു കാര്യമില്ല ഗവൺമെന്റിന്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മന്ത്രി CP ജോൺ ഇക്കാര്യത്തിൽ വീണ്ടും വിചാരമില്ലാതെ സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനൊരു പരാമർശം നടത്തുമ്പോൾ കേരളം പോലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, മിഡിൽ ക്ലാസ് ധാരാളമുള്ള പാവപ്പെട്ടവരുണ്ട്. എന്നാൽ അതിദാരിദ്ര്യം എന്നത് ഇല്ലാതാക്കിയ ഒരു സ്റ്റേറ്റാണ് കേരളത്തിലെ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അതിനുവേണ്ടി വലിയ ശ്രമം നടന്നിരുന്നു. ഇത്തരത്തിൽ വരുമ്പോൾ തൊഴിലാളികളുണ്ട്, മറ്റു ജീവനക്കാരുണ്ട്, അല്ലെങ്കിൽ ഗസറ്റ് ഓഫീസേഴ്സ് ഉണ്ട്. ഗ്രാമങ്ങളിൽ നിന്നൊരു ബസ് പുറപ്പെടുമ്പോൾ പ്രിയദർശിനി ബസ്സാണ്, സ്ത്രീകൾക്ക് സൗജന്യമാണ്. ഒരു സ്ത്രീ അതിന് കയറിയെന്ന് വരും, അതില് സർക്കാർ കളക്ടറേറ്റിൽ വരുന്ന ജീവനക്കാരി ഉണ്ടാവും, ഒരുപക്ഷെ അവിടെ തന്നെ ദിനേശ് ബിഡിയിൽ ജോലി ചെയ്യുന്ന ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലി ചെയ്യുന്നവരുണ്ടാവും. അതിനെ തരംതിരിച്ച് എന്താ ഇങ്ങനെ കയറുന്നത്, എന്തിനാ ഇങ്ങനെ ദിക്കും തിരക്കം കൂട്ടുന്നത്? സൗജന്യം എല്ലാവരെയും ആകർഷിക്കുന്നത് തന്നെയാണ്, അതല്ലാന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. സൗജന്യം കിട്ടുന്നു എന്നുള്ളത് കൊണ്ട് മാത്രം കയറുന്നതല്ല, അത് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ഒരു ഗവൺമെന്റിന്റെ പ്രഖ്യാപനമാണത്, ഗവൺമെന്റിന്റെ നയപരമായ തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിന്റെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചതാണല്ലോ. ആദ്യത്തെ പ്രഖ്യാപനമായിരുന്നു, ഞങ്ങൾ UDF വന്നാൽ കേരളത്തിലെ സ്ത്രീകൾക്ക് സൗജന്യം. ഇപ്പോ ആ സൗജന്യം കൊടുക്കുന്നത് ശരിയായില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നതിന്റെ ഭാഗമായിട്ടാണോ ഇതാണ് ഈ വീണ്ടും വിചാരമില്ലാതെ പ്രഖ്യാപനം നടത്തുക, എന്നിട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം അത് മാറ്റണമോ എന്ന് ചിന്തിക്കുക? ഇത് അങ്ങേയറ്റം അന്യായമാണ്. കേരളത്തിലെ സ്ത്രീകൾ അത് വെച്ച് ഉറപ്പിക്കാൻ പോകുന്നില്ല. കേരളത്തിലെ സ്ത്രീ സമൂഹം ആകെ സ്വാഗതം ചെയ്താണ് രാഷ്ട്രീയ വ്യത്യാസമന്യേ ഒരു നല്ല കാര്യം എന്നുള്ളതിനെ ഡൽഹിയിലെല്ലാം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ഒരു മന്ത്രിയും, ആം ആദ്മി പാർട്ടിയുടെ ഒരു മന്ത്രിയും ഇക്കാര്യത്തിൽ ഇങ്ങനെ ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറഞ്ഞതായി കേട്ടിട്ടില്ല. ഇവിടെ പാവപ്പെട്ടവരുണ്ട്, ഏറ്റവും വലിയ സമ്പന്നരുമുണ്ട്, അവരൊക്കെ അത് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു ഗവൺമെന്റിന്റെ നയപരമായിട്ടുള്ള തീരുമാനവും പ്രഖ്യാപനവും പിന്നീട് അത് അനുഭവിക്കുന്നവരെ ഒരു 2 തട്ടിലാക്കുകയോ അല്ലെങ്കിൽ അവരെ അവഹേളിക്കുകയോ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ആ പരാമർശം പിൻവലിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അത് എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് പറയാൻ അദ്ദേഹത്തിന് കഴിയുമോ എന്നുള്ളത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ശ്രീമതി PK ശ്രീമതി, ഇപ്പോൾ ഇത് ഈ പ്രഖ്യാപനം വന്ന സമയത്ത് ഇത് മുഴുവൻ സ്ത്രീകൾക്കും എന്നുള്ള തരത്തിലാണ്. അപ്പോൾ ഇത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് എന്നുള്ള തരത്തിലൊന്നുമല്ല, മുഴുവൻ സ്ത്രീകൾക്കും അങ്ങനെ സ്ത്രീ ശാക്തീകരണം, മിച്ചം വെക്കുന്ന കാശ് അവർക്ക് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ ഉപയോഗിക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നുവല്ലോ സർക്കാർ പ്രഖ്യാപനം. അതിൽ നിന്നൊരു പിന്നടത്തം കൂടി മന്ത്രിയുടെ പ്രസ്താവനയിൽ വായിച്ചെടുക്കാമല്ലോ അല്ലേ? അങ്ങനെ വായിച്ചെടുക്കണം, കാരണം അല്ലെങ്കിൽ ഇങ്ങനൊരു പരാമർശം ഇപ്പൊ നടത്താൻ പാടില്ല. അതും പ്രത്യേകിച്ചും വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, ക്യാബിനറ്റിലുള്ള ഒരു അംഗം ഒരിക്കലും പറയാൻ പാടില്ല. നമ്മുടെ കേരളത്തിലാകെ ഞാൻ കയറിയാൽ എനിക്കും സൗജന്യമാണ്. കാരണം സ്ത്രീ എന്നേ പറഞ്ഞിട്ടുള്ളൂ. കേരളത്തിലെ സ്ത്രീകളെ ഏതെങ്കിലും തട്ടിലാക്കിയിട്ടല്ല നിങ്ങൾ അവർക്ക് പാടില്ല ഇവർക്ക് പാടില്ല എന്നല്ല. കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ
ഞങ്ങൾ അംഗീകരിക്കുന്നു, ഞങ്ങൾ അവർക്ക് സൗജന്യമായിട്ട് യാത്ര സൗജന്യമായിട്ട് ഞങ്ങൾ നൽകാൻ തീരുമാനിക്കുന്നു. അതിപ്പോ ആദ്യത്തേതും അല്ല, ഇന്ത്യയിൽ പല സ്റ്റേറ്റുകളിലും ഉണ്ട്. അപ്പൊ കേരളത്തിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നു കഴിഞ്ഞാൽ ആ പ്രഖ്യാപനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന പരാമർശമാണ് യഥാർത്ഥത്തിൽ ഇനി കോൺഗ്രസിന്റെ പ്രഖ്യാപനത്തോട് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വല്ല വിയോജിപ്പുണ്ടോ? അതും നമുക്കറിയില്ല. അങ്ങനെ വിയോജിപ്പുണ്ടെങ്കിൽ അദ്ദേഹം അന്നാണ് പറയേണ്ടത്. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് വോട്ടും കിട്ടി, ധാരാളം സ്ത്രീകളുടെ വോട്ടും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വാങ്ങിയതിനു ശേഷം ഇപ്പൊ ഇങ്ങനെ ഈ രൂപത്തിൽ പാവപ്പെട്ടവര് ഇങ്ങനെ തിക്കും തിരക്കും കൂട്ടും. തിക്കും തിരക്കും ഉണ്ടാവും. അത് കാണുക തന്നെ വേണം. സൗജന്യ യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സന്തോഷം അവർക്ക് തോന്നുന്നുണ്ടാവും. ഒരു മാസം ഒരു 1000 രൂപയോ 1500 രൂപയോ ഒക്കെ സമ്പാദിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അത് വേറെ ഏതെങ്കിലും കാര്യത്തിന് ഉപയോഗിക്കാൻ കഴിയും. സൗജന്യ യാത്ര കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാനടക്കം സ്വാഗതം ചെയ്തതാണ്, നല്ല കാര്യമാണെന്ന്. അത് ഗവൺമെന്റ് ഇപ്പൊ അത് ഈ രൂപത്തിൽ എന്തുകൊണ്ടാണ് കാണുന്നത്? അപ്പൊ അദ്ദേഹത്തിന്റെ പരാമർശം തെറ്റാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.